ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയുടെ കാര്യങ്ങളെപ്പറ്റി ഗംഗേട്ടനും മാലതിയേടത്തെയും കൂടെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുവാണ്. എന്തായാലും അലീനയെ അവർക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി. അലീനയുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം അലീനയെ ഇവരുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നിവരിങ്ങനെ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി അലീനയോട് സംസാരിക്കണം എന്ന കാര്യം പറയുമ്പോൾ ഞാനായിട്ട് അലീനയോടൊന്നും സംസാരിക്കില്ല, മറിച്ച് നീ തന്നെ സംസാരിച്ചോളാൻ പറഞ്ഞു. ഗംഗേട്ടൻ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. അങ്ങനെ ആലോചനകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ പിറ്റേന്ന് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന അവിടെ വീട്ടിലെ ജോലികളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട സമയത്ത് ചെയ്ത് കൊടുക്കേണ്ടവർക്ക് എല്ലാം മേടിച്ചൊക്കെ എടുത്തുമൊക്കെ കൊടുക്കണം. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും അത്ഭുതം ഉണ്ടായത് അലീനയുടെ സ്വഭാവവും അല്ലെങ്കിൽ അലീനയുടെ ഒരു കൃത്യനിഷ്ഠയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അങ്ങനെ മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. അപ്പോഴേക്കും ഇവർ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരിക. അപ്പോൾ അലീന ഇങ്ങനെ പിള്ളേരുടെ കാര്യമെല്ലാം നോക്കി അതിനുശേഷം മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം നോക്കി ഇങ്ങനെ ജോലിയും തിരക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഇവർ ഇറങ്ങി വന്നു. അയ്യോ, നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോകാൻ റെഡിയായോ? ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം എന്ന് അലീന പറയുമ്പം കാപ്പിയൊക്കെ റെഡിയായോ എന്ന് അവർ ചോദിച്ചു. ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയാകും, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതല്ലേ. അതുപോലെ തന്നെ മുത്തശ്ശിക്കാണെങ്കിലും മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിക്കാനുള്ളതാണ്, മുത്തശ്ശിക്കും കൃത്യസമയത്തൊക്കെ കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞു. അപ്പോൾ ശരി എന്നാൽ എടുത്തു വെച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് ഇവർ നേരെ അമ്മയുടെ മുറിയിലേക്ക് പോയി. അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മേ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ചെന്നു. അമ്മയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അപ്പോൾ അലീനയുടെ കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ആ കൊച്ചുള്ളത് ഭയങ്കര അനുഗ്രഹമാണെന്നും അതുപോലെ തന്നെ അലീനയുടെ ക്വാളിറ്റീസ് എല്ലാ കാര്യങ്ങളും മുത്തശ്ശി ഇവരോട് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്ന് ഇവർ പറഞ്ഞു. അലീന ഒരു നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അലീന നല്ല മിടുക്കിയാണെന്നും അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാ കാണിച്ചിട്ടും കാര്യമില്ല, വൈജയന്തിക്ക് അവളെ കാണാൻ മേല, അതിൻ്റെ കാരണം എന്നാന്ന് എനിക്കറിയാൻ മേല എന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ വൈജയ എല്ലാവരോടും ഒരേ രീതിയിലല്ലേ അമ്മ പെരുമാറുന്നതെന്ന് മാലതിയും ഗംഗേട്ടനും ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും അല്ല, അവൾക്ക് അലീനയോട് മാത്രമായിട്ട് എന്തോ ഒരു ദേഷ്യമുണ്ട്. അവൾ ആ രീതിയിൽ അലീനയോട് പെരുമാറുന്നതും അലീനയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതും എന്തോ അവൾക്ക് അലീനയെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞു. അവൾ ദ്രോഹിക്കുന്നത് പോലെ അലീനയെ വേറെ ആരും ദ്രോഹിക്കില്ല. ഈ കഷ്ടതകളെല്ലാം അനുഭവിച്ച് ആ കൊച്ചിവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതാ എനിക്ക് അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ പറയാം. അപ്പോൾ മുത്തശ്ശിയിൽ നിന്നും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടി. അപ്പോൾ അലീന എങ്ങനെയാണ് ഇവിടെ വന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ മുത്തശ്ശിയോട് ചോദിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അലീന പറഞ്ഞ് ഇവർക്ക് അറിയാമല്ലോ. പിന്നെ ബാക്കി മുത്തശ്ശിയും പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി പറഞ്ഞ് ഇവർക്ക് ഏകദേശ ധാരണയൊക്കെ ആയി. അപ്പോഴത്തേക്കും അലീന വന്നു, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വരുവാണെന്നും പറഞ്ഞ് ഇവർ നേരെ ഫുഡ് മേടിച്ചൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്നും അമ്മയോട് പറഞ്ഞിട്ട് ഇറങ്ങിയത്. അങ്ങനെ അലീനയോടും പിന്നെ ഭക്ഷണം എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അലീനയോടും വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുക. അപ്പോൾ അലീനയോട് കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെല്ലാം കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടുത്തെ പതിവ് എന്നൊക്കെ പറയുക. പിന്നെ ബാലചന്ദ്രൻ സാറുള്ളപ്പോൾ എന്നോട് അടുത്തിരുന്ന് കഴിക്കാനൊക്കെ പറയും എന്നൊക്കെ പറയുകയും ചെയ്തു. എന്തായാലും അതുപോലെ തന്നെ ഞങ്ങളെ നീ കണക്കാക്കിക്കോ, ഞങ്ങൾക്കൊപ്പം ഇരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട, നിങ്ങൾ കഴിച്ചിട്ട് പോയിട്ട് ഞാൻ കഴിച്ചോളാം എന്നും പറഞ്ഞു. അലീന എന്നിട്ട് അവർക്കെല്ലാം വിളമ്പിയൊക്കെ കൊടുക്കുക. അങ്ങനെ അവർ കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ അലീനയോട് യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് പോയി. അലീന വാതിലൊക്കെ അടച്ചു. അത് കഴിഞ്ഞിട്ട് അലീന അടുത്ത ജോലിക്ക് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലോ പിന്നെ നമ്മുടെ ഗംഗേട്ടനും അതുപോലെ മാലതിയേടത്തെയും കൂടി ഇങ്ങനെ പോകുന്ന സമയത്തും പലതും ആലോചിക്കാം. ഈ സമയത്ത് വൈജയാണെങ്കിൽ അവിടെ പുറത്ത് ഇങ്ങനെ നിന്നു മടുത്തു. ബാലനെ ഒന്ന് കാണാൻ, ഒരു നോക്കൊന്ന് കാണാനുള്ളൊരാഗ്രഹം കൊണ്ട് നിൽക്കുന്ന ബാലൻ അമ്പിനും വില്ലിനും എടുക്കുന്നുണ്ടോ? ഇല്ല. ബാലൻ അങ്ങനെ ഒരു മുതലിനെ കാണണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വൈജയ്ക്കാണെങ്കിൽ ആകെ സങ്കടമാണ്. ഇവരെ പോകുന്ന വഴിക്ക് ഗംഗേട്ടാ എന്ന് പറഞ്ഞ് മാലതി വിളിച്ചു. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ? അലീനയെ പറ്റിയുള്ള കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി അലീനയെ പറ്റി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കുമെന്ന്. അതെന്താ ഗംഗേട്ടൻ അങ്ങനെ പറഞ്ഞ്? അല്ല, നമ്മൾ അറിയാത്തതായിട്ട് ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കറക്റ്റ്. തനിക്കതെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിച്ചേ. അപ്പോൾ എല്ലാം കൂടി ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുകയാണെന്ന് മാലതി പറഞ്ഞു. അപ്പോൾ ഗംഗേട്ടൻ അപ്പോഴത്തേക്കും വണ്ടി കൊണ്ടുവന്നൊരു സൈഡിൽ അങ്ങ് ഒതുക്കി. തന്നെ എന്താ ഉദ്ദേശിച്ച് വരുന്നത് പറയാൻ പറഞ്ഞു. അപ്പോൾ വണ്ടി നിർത്തി രണ്ടുപേരും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ കഴക്കൂട്ടത്തിന് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഉവ്വ. അച്ഛൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും കഴക്കൂട്ടത്തിന് പോയത് എന്നിങ്ങനെ നമ്മുടെ മാലതി ചോദിക്കാത്ത. അപ്പം അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും
എന്നിങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ അതൊക്കെ പറയുന്നത് കേട്ടപ്പം ഗംഗേട്ടൻ എന്താ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. തൻ്റെ സംശയം പറയാൻ പറഞ്ഞു. അച്ഛൻ ചുമ്മാതെ ഒന്നും കഴക്കൂട്ടത്തിന് പോയതല്ല, അച്ഛൻ പോയത് അലീനയെ കാണാൻ വേണ്ടി തന്നെയാണ് എന്ന കാര്യം മാലതി പറയുമ്പം ശരിയാണ്, താൻ പറഞ്ഞ 100% ശരിയാണെന്ന് പറഞ്ഞു. എന്താ ഗംഗേട്ട ഒന്ന് തെളിച്ചു പറ എന്ന് മാലതി പറയുമ്പോൾ അച്ഛന് തീർച്ചയായിട്ടും കഴക്കൂട്ടത്തിന് പോകാൻ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. അലീനയെ വളർത്തിയെന്ന് പറയുന്ന ആ സ്ത്രീയെ അച്ഛൻ അറിയാമായിരുന്നു. അതുപോലെ തന്നെ അച്ഛനറിയാം, ആ സ്ത്രീക്ക് അച്ഛനും അറിയാം, അച്ഛനെ ആ സ്ത്രീക്കും അറിയാം. ഇവർ പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഒരിതായിരുന്നുവെന്നും വൈജ പ്രസവിച്ച അതേ കുഞ്ഞു തന്നെയാണ് ഈ അലീന എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക നമ്മുടെ ഗംഗേട്ടൻ. അപ്പോൾ ആ സ്ത്രീയുടെ കയ്യിലായിരിക്കാം ഈ കുഞ്ഞ് ചെന്ന് പെട്ടത്. പിന്നീട് അച്ഛനും അല്ലെങ്കിൽ നമ്മുടെ അമ്മാമ്മയും കൂടെ ചേർന്ന് ആ സ്ത്രീയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറിയതായിരിക്കാം. അങ്ങനെ അവരുടെ ഇതിലായിരിക്കും നമ്മുടെ കുഞ്ഞ് വളർന്നിട്ടുണ്ടാവുക. ആ കുഞ്ഞ് വളർന്ന് വലുതായപ്പോൾ ആ സ്ത്രീ അച്ഛനെ കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യവും അതുപോലെ തന്നെ അതിനെ നോക്കണം എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് പറഞ്ഞു തന്നെ അനുസരിച്ച് ആ സ്ത്രീ മരിച്ചു പോകുന്നതിന് മുൻപേ വന്ന് കണ്ട് അച്ഛനോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കിയതായിരിക്കാം. അതിനുശേഷം അച്ഛൻ പോയി അലീനയെ കണ്ടു, ആരോടും ഒന്നും പറയാതെ ഒരു സെർവൻ്റ് എന്നുള്ള രീതിയിൽ വിളിച്ചുകൊണ്ട് വന്നത് തന്നെയാണ് എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുക നമ്മുടെ ഗംഗേട്ടൻ. അപ്പോൾ അത് കേട്ട് മാലതി അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയെ പറ്റിയുള്ള സത്യങ്ങൾ ഇവരിങ്ങനെ ചകഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ 22 വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി പ്രസവിച്ച അതേ കുഞ്ഞ് തന്നെയാണ് ഈ അലീനയെന്നും ആ അലീനയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വേലക്കാരിയെ പോലെ നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാലതി ഞെട്ടിപ്പോയി. ഇനി ഇതെല്ലാം അറിഞ്ഞിട്ടായിരിക്കുമോ ബാലൻ വീട്ടിൽ വന്നൊന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അലീനയാണ് വൈജയുടെ മകളെന്ന് ബാലൻ അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ കേട്ടാന്ന് ചോദിക്കുമ്പോൾ അതറിയാനുള്ള സാധ്യതകൾ 100% കാരണം അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമായിട്ട് ബാലചന്ദ്രൻ വരില്ല. ബാലചന്ദ്രന് കൃത്യമായ തെളിവുകൾ എങ്ങനെയോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാലൻ വന്നതെന്നുള്ള കാര്യവും ഗംഗേട്ടൻ ഇങ്ങനെ പറയാം. എന്തായാലും ഇത് വൈജയന്തി അറിഞ്ഞിട്ടില്ല. വൈജ അറിഞ്ഞാലുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. എന്തായാലും ഇപ്പം നമുക്ക് ഈ ഒരു കാര്യം ആരോടും പറയണ്ട. ഇനി അലീനയെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അവളെ കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് ഇദ്ദേഹം പറയുക. അതിന് ആദ്യം നമുക്ക് ബാലനോട് സംസാരിക്കണം, പിന്നെ വൈജയന്തിയോട് പറഞ്ഞാൽ മതി എന്നിവർ പറഞ്ഞു. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അങ്ങനെ ഇവർ പറയാനും ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഇവർ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴത്തേക്കും ഒരു കാവൽക്കാരിയെ പോലെ വൈജ പുറത്തിരിപ്പുണ്ട്. ബാലൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും വൈജ വേഗം എഴുന്നേറ്റ് ഗംഗേട്ടാ എന്ന് പറഞ്ഞ് ചെന്നു. മാലതി എടുത്തിയെന്നും പറഞ്ഞ് മാലതിയും കെട്ടിയൊക്കെ പിടിച്ചു. അപ്പോൾ ഇവർ കയറി ചെന്നപ്പോഴത്തേക്ക് ഇപ്പം ബാലൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കേട്ടോ. ബാലൻ്റെ കാര്യം ഡോക്ടർ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പം ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു, പക്ഷെ ഞാൻ ഇതുവരെ ബാലചന്ദ്രനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ ബാലചന്ദ്രനെ നീ കാണാത്തത്? ബാലചന്ദ്രൻ എന്നെ കാണണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. കാണണ്ടെന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ? എനിക്കറിയില്ല. ഇവിടെ വരുന്നവർക്കും പോകുന്നവർക്കും നേഴ്സുമാർക്ക് ഡോക്ടർമാർക്ക് എന്തിന് അലീനയ്ക്ക് പോലും ബാലചന്ദ്രനെ കാണാനുള്ള അധികാരം അവകാശമുണ്ട്. പക്ഷെ എനിക്ക് മാത്രം ഭ്രഷ്ട്. ഞാൻ കാണണ്ട, ഞാൻ പുറത്ത് നിൽക്കണം. ഇതിനു മാത്രം ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി കിടന്ന് ഒച്ച വയ്ക്കുമ്പോഴത്തേക്കും വൈജയന്തി നിർത്താൻ പറഞ്ഞു. ഈ സംഭവത്തിൻ്റെ എല്ലാം ആണിക്കല്ല് നീയാണ് എന്ന് ഏട്ടൻ അനിയത്തിയോട് പറയുമ്പോഴത്തേക്കും ഇപ്പം കുറ്റമെല്ലാം കൂടി എൻ്റെ തലയിലായല്ലേ, വേറെ ആരും ചെയ്യുന്നത് ഒരു തെറ്റുമല്ല കുറ്റമല്ല എന്നൊക്കെ പറയുമ്പം നിൻ്റെ ഭാഗത്ത് കുറ്റമില്ലേന്ന് ചോദിച്ചു. നിൻ്റെ ഭാഗത്ത് തെറ്റില്ലേന്ന് ചോദിച്ചു. നിൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ മാത്രമേ നീ മറ്റൊരാളെ പഴിക്കാൻ നിൽക്കാൻ പാടുള്ളൂ എന്ന് ഏട്ടൻ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാം മൂല കാരണം നീ ഒരുത്തിയാണെന്നും പറഞ്ഞു. നീ മര്യാദയായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗംഗേട്ടൻ ഇങ്ങനെ പറയുമ്പം ഞാൻ എന്ത് ചെയ്തെന്നാണ് ഗംഗേട്ടൻ ഈ പറയുന്നതെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ഗംഗേട്ടൻ ഈ വൈജ വീട്ടിൽ കിടന്ന് കാണിച്ച അഹങ്കാരത്തെ പറ്റിയൊക്കെ പറയാം. നീ തെറ്റുകാരിയാണെന്ന് നിനക്കറിയാം, നിൻ്റെ വീട്ടുകാർക്കറിയാം, നിൻ്റെ മക്കൾക്ക് വരെ അറിയാം, ബാലചന്ദ്രന് വരെ അറിയാം. എന്നിട്ട് നിനക്കതൊന്ന് അംഗീകരിച്ചാൽ എന്താണെന്ന് മാലതി വൈജയോട് ചോദിച്ചു. അപ്പോഴത്തേക്കും വൈജ മാലതി ഒരു തുറച്ചു നോട്ടം. നീ അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്നെങ്കിൽ, നിൻ്റെ കുറവുകൾ മനസ്സിലാക്കി നീ ജീവിച്ചിരുന്നെങ്കിലേ ഒരിക്കലും ഇതുപോലൊന്നും ആകുമായിരുന്നില്ല എന്നും ബാലചന്ദ്രൻ എന്നീ ഒരു അവസ്ഥയിൽ ഇവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ വൈജയോട് പറയുക.
അല്ലെങ്കിലും ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയവളാണ് ഞാനെന്നും പറഞ്ഞ് കണ്ണും തുടച്ച് വൈജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ആരൊക്കെ തോപ്പിച്ചാലും വൈജ തോൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് വൈജ അവിടെ നിന്ന് കയറിപ്പോണേ. അതും പറഞ്ഞ് വൈജ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വൈജയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. വൈജ പോകുമ്പോൾ കണ്ണൊക്കെ തുടച്ച് കരഞ്ഞുകൊണ്ടാണ് വൈജ അവിടെ നിന്ന് അങ്ങ് പോണത്. കാരണം എല്ലാവരും വൈജ ഒറ്റപ്പെടുത്തി, വൈജയ്ക്ക് ആരും ഇല്ല എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അലീനയാണെങ്കിൽ വീട്ടിൽ ഓരോ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മുത്തശ്ശി അലീനയോട് ചോദിച്ചു, അവർ നിന്നോട് വല്ലതും പറഞ്ഞായിരുന്നു ഓടി മോനെ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവരെന്നോട് ചോദിച്ചു, ഇവിടെ എന്തായിരുന്നു പ്രശ്നമെന്നൊക്കെ ചോദിച്ചു, അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്ന് കാര്യം പറഞ്ഞു. അപ്പോൾ നീ എന്തോന്നോ അവരോട് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുള്ള കാര്യങ്ങൾ പറഞ്ഞു മുത്തശ്ശി, എന്താ സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. എന്തായാലും അവനിവിടെ ഉള്ളത് കൊണ്ട് വൈജ ഇനി കുറച്ചൊക്കെ ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നണത്. കാരണം വൈജ ഇനി ഒരുപാട് അങ്ങ് അഹങ്കരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. അന്നേരം അലീന പറഞ്ഞു, ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും മേഡത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമൊന്നും വരില്ല മുത്തശ്ശി, അതൊക്കെ മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാണെന്ന്. നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ അലീനയോട് പറയുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ബാലനെ കാണാനായിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അവരോട് അനുവാദം ചോദിക്കണമല്ലോ ബാലനെ കാണണമെങ്കിൽ. അതിനുവേണ്ടി ബാലനെ കണ്ട് ബാലനോട് വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും മനസ്സിലായി എന്നുള്ള രീതിയിൽ ബാലനോട് സംസാരിക്കരുത്, അലീന ആരാണെന്ന് നമ്മൾ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ബാലനോട് സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടാണ് ബാലനെ കാണാൻ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ബാലനെ കാണാൻ ഇവരകത്തേക്ക് കയറി ചെല്ലുന്നു. ഇവരെ കണ്ടപ്പോഴത്തേക്കും ബാലന് ഭയങ്കര ദേഷ്യം വന്നു. ആരോട് ചോദിച്ചിട്ടാ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത് എന്നുള്ളൊരു മട്ടും ഭാവമായിരുന്നു ബാലൻ. അപ്പം അങ്ങനെ ബാലൻ ഇങ്ങനെ അവിടെ കിടക്കുന്നു, ഇവർ കാണാൻ കയറി ചെല്ലുന്നു. ഇതിനിടയിൽ ഇനി ഒരുപാട് ഭൂകമ്പങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ചെയ്യുകയും ഷേക്കർ ബൈ ബൈ ടാറ്റാ.